ദയാ സുജിത്ത് 2023 ആ കൊച്ചിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നു. 3 വർഷം അവിടെ പോയി ഇരിക്കുമായിരുന്നു ചേച്ചി, ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തോ ഒരു കോൺട്രവേഴ്സി വിഷയത്തിൽ സംസാരിച്ച കൂട്ടത്തിൽ മഞ്ജു ചേച്ചിയുടെ കാര്യം സംസാരിച്ചാണ്. അപ്പോൾ പിന്നെ മഞ്ജുവിലിട്ടൊന്ന് പൊട്ടിക്കളയാന്ന് കരുതിയിട്ട് കൊച്ചിനെ അങ്ങ് എടുത്ത്. കാരണം ഇവരുടെ സ്വഭാവമൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ ഇവർക്ക് സപ്പോർട്ട് ഇച്ചിരി കൂടുവാണെങ്കിൽ ഈ തള്ള ഫ്ലൈറ്റ് മാറ്റും. ഇവരുടെ സ്ഥിരം പരിപാടി ഇതാ, നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഒരു കാര്യം ഞാൻ പറയും, അവരുടെ കൂടെ നിൽക്കുന്നവർ പോയി ഓടി രക്ഷപ്പെട്ടു. കാരണം അനുഭവം ഉണ്ടോണ്ട് പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഓടി രക്ഷപ്പെട്ടു, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അറിയാത്തവരെ പോലും കാണിച്ച് ഇത് ലോകം മൊത്തം ആക്കിച്ചത് നിങ്ങളാ. ആദ്യം സ്വയം നന്നാവാൻ നോക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. താത്തയുടെ പ്രത്യേകിച്ചും ഞാൻ ഈ താത്തയുടെ ഒരു കാര്യം കോമഡിയാണ് സത്യം പറയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ നല്ല 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 കാര്യത്തിന് വേണ്ടി അവരൊന്നും ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ചില ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ടീംസുകളുണ്ട്. അവനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല മിടുക്കാം. ഇതുപോലുള്ള കാര്യത്തിന് മാത്രം ചേച്ചിക്ക് ഭയങ്കര എന്തോ ഒരു ഇതുപോലെ. പിന്നെ ഇവരുടെ കുറേ ഓഡിയൻസ് ഉണ്ട്, അന്ധമായിട്ട് ഇവരെ വിശ്വസിച്ചിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. ഇവർ പറയുന്നതാണ് ശരിയെന്നും കരുതി ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ പറയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇവർ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട്, മെസ്സേജസും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഓക്കെ, ഈ പെണ്ണിൻ്റെ ഈ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടില്ലേ അങ്ങനെയാണ് മറ്റാണ്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ പറയുന്ന കൊച്ചിനെ ചിലപ്പോൾ തെറി വിളിക്കുമായിരിക്കും, മഞ്ജുവിനെ ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, കാലം മാറി അതും കൂടെ ചിന്തിക്കണം. 2026 അതും കൂടെ ചിന്തിക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ആവുന്ന കാലത്ത് ഇതുപോലുള്ള ചില കാര്യങ്ങളൊന്നും താത്തയ്ക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ താത്തയ്ക്ക് ഇത്ര കുഴപ്പം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കുറച്ച് നാൾ മുസ്ലിംസിനെ കുറ്റം പറച്ചിലായിരുന്നു പരിപാടി. അത് പിടിച്ച് പറ്റാത്തത് കൊണ്ട് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെ വേണ്ട സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചൊറിയാൻ വരുവാണെങ്കിൽ ഓരോന്നായിട്ട് ഘട്ടമായിട്ട് എടുത്തങ്ങ് വെക്കും. വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ വെക്കാത്ത എന്താണെന്ന് വെച്ചാലും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും അവിടെ പെട്ട് കിടപ്പുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഇവർക്ക് പ്രാന്താണോ അതോ വേറെ വല്ലതും ആണോ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്കിതിപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വ്യൂസും കിട്ടും, അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും. ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് ഈ ഒരു കേസ് കിട്ടില്ല. ഇനി അത് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായമുണ്ടെങ്കിൽ മാത്രം ഞാനത് ചെയ്യത്തുള്ളൂ. ഇത് ഇൻസ്റ്റയിൽ ഒരു ഷോട്ട് ഇട്ടങ്ങ് പോകാമെന്നും കരുതി. പിന്നെ താത്ത കുറച്ച് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. കാരണങ്ങൾ ഒരുപാടുണ്ട്, അത് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കോമഡി ആയിപ്പോവും. പിന്നെ ദയോടെ ഒരു കാര്യം പറയാനുണ്ട്. റോഡിൽ കിടന്ന് പട്ടി വരയ്ക്കുന്ന നാനയ്ക്ക് എന്താ കാര്യം? ആ ഒരു മൈൻഡിൽ മാത്രം എടുത്താൽ മതി. ഞങ്ങൾ പോലും ഒരു വില കൊടുക്കാറില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇവർക്ക് കുറച്ച് ഓഡിയൻസ് ഉണ്ട്, അവരെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. താത്ത ഉയിര് തൈര് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അങ്ങ് പോവുക, അടിച്ചു പൊളിച്ചങ്ങ് സെറ്റായിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത നൈറ്റ് വ്ളോഗിന് വെയിറ്റിംഗ്.